കാലനേമിയുടെ ഗതിക്കൊപ്പം ചലിക്കുക എന്നത് കാലത്തിന്റെ അനിവാര്യത തന്നെയാണ്. പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ഫുട്ബോൾ ക്ലബിന്റെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ ഉറുഗ്വേയിൽ നിന്ന് വന്ന വൻകരകളും കടലുകളും താണ്ടി കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്ന അഡ്രിയാൻ നിക്കോളാസ് ലൂണ ലിറ്റിമാർ എന്ന കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ സ്വന്തം നായകൻ അഡ്രിയാൻ ലൂണയ്ക്ക് പകരം മറ്റൊരാളെ നായകസ്ഥാനത്ത് സങ്കല്പിക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് കഴിയുകയില്ല. അതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ഇത്തവണ തങ്ങളുടെ സ്ക്വാഡിന്റെ ക്യാപ്റ്റനെ ഔദ്യോഗികമായിട്ട് അനൗൺസ് ചെയ്തിരിക്കുകയാണെന്ന് അഡ്രിയാൻ ലൂണയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ നായകൻ. വൈസ് ക്യാപ്റ്റനായിട്ട് മിലോസ് ടെങ്കിച്ചിനെയും അനൗൺസ് ചെയ്തിരിക്കുകയാണ്. അതിന്റെ ഒഫീഷ്യൽ പോസ്റ്റ് ഇപ്പോഴാണ് ഷെയർ ചെയ്തത്. ഇന്നലെ പ്രഖ്യാപനവും കാര്യങ്ങളൊക്കെ നടന്നതാണ് എങ്കിൽ പോലും ഒരു ഒഫീഷ്യൽ പോസ്റ്റായിട്ട് വന്നത് എന്നാണ്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇത് ചെയ്യുന്നത്. പക്ഷേ വൈസ് ക്യാപ്റ്റനായിട്ട് മിലോസ് ടെങ്കിച്ച് എന്ന മൊണ്ടിനഗ്രൻ താരത്തിനെ അപ്പോയിന്റ് ചെയ്യുമ്പം നമ്മുടെ പ്രീതം കോട്ടാലിനോട് ചെയ്യുന്ന ഒരു തരത്തിലുള്ള നീതികേടാണോ എന്ന് എനിക്ക് ചെറിയൊരു സംശയമുണ്ട്, ആശങ്കയുണ്ട്. നമ്മളൊരു ലോങ് ടൈം പ്രൊജക്ടിന്റെ ഭാഗമായിട്ടാണ് ഈ മിലോസ് ടെങ്കിച്ചിനെ വൈസ് ക്യാപ്റ്റനായിട്ട് നിയമിക്കുന്നത് എങ്കിൽ പോലും ഒരു ഇന്ത്യൻ റെപ്രസെന്റേറ്റീവ് എന്ന നിലയിൽ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെ ടൈറ്റിൽ വിന്നിംഗ് ക്യാപ്റ്റനായി മുന്നിൽ നിന്ന് നയിച്ച പ്രീതം കോട്ടാലിനെ നമുക്കും ക്യാപ്റ്റനായിട്ട് പരിഗണിക്കാവുന്നതാണ്. അദ്ദേഹത്തിന് ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ളത് നമ്മളെല്ലാം കണ്ടതാണ്. ഇപ്പം മിലോസ് ടെങ്കിച്ചിനെ വൈസ് ക്യാപ്റ്റനായിട്ട് നിയമിക്കുന്നത് എല്ലാവർക്കും സ്വീകാര്യമാണ് എങ്കിൽ പോലും എനിക്ക് ഈ ഒരു കാര്യത്തിൽ